പരിമിതമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി അതിരുകളില്ലാത്ത ദൃഢനിശ്ചയത്തോടെ ISRO 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു. വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ ജലാംശം കണ്ടെത്തിക്കൊണ്ട് ചന്ദ്രയാൻ 1 ISRO വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് ISROയുടെ തന്നെ മംഗൾയാൻ വന്നു. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ഈ ദൗത്യം ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുകയും സാധാരണ ചിലവിന്റെ ഒരു ചെറിയ അംശത്തിൽ പൂർത്തിയാക്കുകയും ചെയ്തു. 2023 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിക്കൊണ്ട് ചന്ദ്രയാൻ 3 ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. ഇതേപോലെ 1975 യൂറോപ്പ് ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി രൂപീകരിച്ചു. 2003 ജപ്പാൻ JAXA നിർമ്മിച്ചു. ഇത് ചിഹ്നഗ്രഹ ദൗത്യങ്ങളിലും റോബോട്ടിക്സിലും മികവ് പുലർത്തി. 1993 രൂപീകരിക്കപ്പെട്ട ചൈനയുടെ CNSA ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും റോവറുകൾ വിക്ഷേപിച്ച് അതിവേഗം ഒരു ബഹിരാകാശ സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ ബഹിരാകാശത്തെത്താൻ മത്സരബുദ്ധിയോടെ ശ്രമങ്ങൾ നടന്നു. ഇതിലൂടെ ബഹിരാകാശം ഒരു യഥാർത്ഥ ആഗോള അതിർത്തിയാവുകയായിരുന്നു.